അസ്സലാമു എല്ലാവർക്കും നമസ്കാരം. മുർഷിദാണ്. ഇന്ന് നമ്മളുള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ്. തിരൂരിൽ നിന്നും നമ്മൾ ഒരുമിച്ച് ഒരു യാത്ര പോവുകയാണ്. കടുങ്ങാത്തുകുണ്ട് ക്രസൻറ്റ് സെൻറ്ററിൻ്റെ സ്റ്റുഡൻസ് വിങ്ങിന് വേണ്ടി നടത്തിയ ഒരു വിനോദയാത്രയാണ് കേട്ടോ. ഇതിൽ ഏകദേശം 20ഓളം ആളുകളാണ് നമ്മൾ. അപ്പോൾ എറണാകുളം ജില്ലയിലേക്കാണ് നമ്മുടെ യാത്ര. എറണാകുളം ജില്ലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തിരൂരിൽ നമ്മൾ ട്രെയിനിൽ കയറിയപ്പോൾ കാഴ്ചകളാണ്. എല്ലാവർക്കും സീറ്റൊക്കെ കിട്ടി. അങ്ങനെ 3.5 മണിക്കൂർ ഓളം നേരത്തെ സമയത്തിന് ശേഷം, യാത്രയ്ക്ക് ശേഷം നമ്മളിതാ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയിരിക്കുകയാണ്. വെൽക്കം ടു കൊച്ചി, ദ ക്യൂൻ ഓഫ് അറേബ്യൻ സീ എന്നൊക്കെ കണ്ടിരിക്കുമ്പോഴാണ് നല്ല വിശപ്പ്. അങ്ങനെ നോൺ വെജ് വേണ്ടവർ നോൺ വെജും, വെജ് വേണ്ടവർ വെജും ഒക്കെ കഴിച്ച് അങ്ങനെ അവിടുന്ന് ബസ്സിന് കയറിയിട്ട് നമ്മളിതാ എറണാകുളം ബോട്ട് ജെട്ടിയിൽ എത്തിയിരിക്കുകയാണ്. ബോട്ട് ജെട്ടിയിലെ കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഇതൊക്കെ. ഇവിടുത്തെ അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ടിക്കറ്റിന് വേണ്ടി കുറച്ച് സമയം ഇവിടെ കാത്തു നിൽക്കേണ്ടി തന്നെ വന്നിട്ടുണ്ട്. കാരണം ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ബോട്ട് വന്നാൽ ടിക്കറ്റ് കൊടുക്കുള്ളൂ എന്നൊക്കെയാണ് പറയണത്. എന്തായാലും ഫൈനലി കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്കെല്ലാവർക്കും ടിക്കറ്റ് കിട്ടി. 6 രൂപ ടിക്കറ്റാണ് ഒരാൾക്ക്. ആ ടിക്കറ്റ് എടുത്ത് നമ്മളിതാ 20 പേര് ഒരുമിച്ച് ബോട്ടിലേക്ക് കയറാൻ പോവാണ്. അങ്ങനെ ബോട്ടിലെത്തിയപ്പോൾ അവസ്ഥയൊക്കെയാണ് കേട്ടോ ഇത്. ബോട്ട് ഫുള്ളാണ്, നല്ല ആളുകളുണ്ട്, കുറച്ച് ആളുകൾ നിൽക്കുന്നുണ്ട്, ബാക്കി എല്ലാവരും ഇരിക്കുന്നുണ്ട്. അതിമനോഹരമായ കാഴ്ചയാണ് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക. നമ്മുടെ യാത്ര ഫോർട്ട് കൊച്ചിയിലേക്കാണല്ലോ. ഫോർട്ട് കൊച്ചിയിലെത്തുമ്പോൾ നമ്മൾ അവിടെ ഹെൽപ്പ് ചെയ്യാനും ഗൈഡ് ചെയ്യാനും നമ്മുടെ ഷിഹാബക്കയുടെ കൊച്ചിയിലെ സുഹൃത്തായിട്ടുള്ള സാജിദൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്കത് വലിയൊരു ഹെൽപ്പായി എന്നുള്ളതാണ്. അതിമനോഹരമായ ഈ ഒരു കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നമ്മളിതാ ബോട്ടിൻ്റെ ബാക്ക് സൈഡ് എന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ എത്തിയപ്പോൾ സമയം നോക്കുമ്പോൾ നിസ്കരിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോഴാണ് ഈ ഒരു പള്ളി സാജിദൊക്കെ പരിചയപ്പെടുത്തി തന്നത്. ഈ ഒരു പള്ളി എന്ന് പറയുന്നത് വളരെ പഴക്കമുള്ള ഒരു പള്ളിയാണ്, ജുമാ മസ്ജിദാണ്. ഈ ഒരു പള്ളി ഹിജ്റ 785 നിർമ്മിക്കപ്പെട്ടിട്ടുള്ള വളരെ പഴക്കമുള്ള ഒരു പള്ളിയാണ്. ഈ പള്ളിയെക്കുറിച്ച് യാത്രക്കാർക്ക് മനസ്സിലാക്കാനും എല്ലാത്തിനും വേണ്ടി അവിടെ തന്നെ അതിൻ്റെ ആളുകൾ അവിടെ ആ ഒരു പള്ളിയെക്കുറിച്ചൊരു ഫ്രെയിം വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് ആ പള്ളിയുടെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അവിടെ പഴയ ഒരു കുളം നിലനിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിശാലമായ വുളൂ ചെയ്യാനുള്ള സൗകര്യം മറ്റൊക്കെ പള്ളിയിലുണ്ട്. ഉള്ളിലേക്ക് കയറുമ്പോഴാണ് നമ്മൾ ആ പഴയ ശൈലിയുള്ള ആ ഒരു പള്ളിയായിട്ട് നമുക്ക് കറക്റ്റ് ബോധ്യപ്പെടും എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, മുകൾ ഭാഗമൊക്കെ മരവും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഡോറും കാര്യങ്ങളൊക്കെ പഴയ രീതിയിലുള്ള ആ ഒരു മരവും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നിലനിർത്തി. അതുപോലെ തന്നെ എന്നാൽ ബാക്കി ഭാഗങ്ങളൊക്കെ പുതിയ രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് അങ്ങനെ ആ ഒരു പഴയതും പുതിയതുമായ ആ ഒരു ടച്ചോട് കൂടി ഒരു പള്ളി നിലനിർത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് എല്ലാവരും ഒരുമിച്ച് നമസ്കരിച്ചുകൊണ്ട് നമ്മുടെ യാത്ര മുന്നോട്ട് നീങ്ങുകയാണ് കേട്ടോ. ത്തിനിടയ്ക്ക് നമ്മളിതാ ഇവിടെ ഇങ്ങനെ സൈഡിലായിട്ട് നമ്മൾ കണ്ടതാണ് നല്ല വലിയ വലയൊക്കെ വെച്ചുകൊണ്ട് മീനിനെ പിടിക്കുന്ന ഒരു കാഴ്ച. അപ്പോൾ അതൊക്കെ നമ്മളെല്ലാവരും കുറച്ച് സമയം ഇങ്ങനെ വാച്ച് ചെയ്ത് നിന്നു. അവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് മുന്നോട്ടുള്ള യാത്രയിലാണ് ഈ ഒരു ചെറിയ
ഒരു ചിൽഡ്രൻസ് പാർക്ക് നമ്മൾ കണ്ടത്. നെഹ്റു ചിൽഡ്രൻസ് പാർക്ക്, അങ്ങനെ എന്തോ ഒരു പേരിലാണ് ഈ ഒരു പാർക്ക് അറിയപ്പെടുന്നത്. കുറച്ച് കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നുണ്ട്. ചില കാര്യങ്ങളൊന്നും റണ്ണിങ് ഒന്നും അല്ലാത്തതൊന്നും. എന്തായാലും അവിടെയൊക്കെ ആ ഒരു ചിൽഡ്രൻസ് പാർക്കിൻ്റെ സൈഡിൽ നിന്നൊക്കെ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റും ടൂറിസ്റ്റ് ആളുകൾ വരുന്നവരെയൊക്കെ ആകർഷിപ്പിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള പല കാഴ്ചകളും പല കച്ചവടം ചെയ്യുന്ന ആളുകളെയും ഒക്കെ നമുക്ക് ആ തെരുവുകളിലൊക്കെ കാണാൻ പറ്റും. കൊച്ചിയുടെ ആ ഒരു വഴികളിലൂടെ നമ്മൾ നടന്നിട്ട് നമ്മളങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിതാ പിന്നീട് എത്തിയിട്ടുള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഒരു ക്രിസ്ത്യൻ ചർച്ചിന് മുമ്പിലാണ്. വളരെ പഴക്കമുള്ള ഒരുപാട് ഹിസ്റ്ററി കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ചരിത്രം പറയുന്ന ഒരു ചർച്ചാണ് ഇത്. ഇവിടെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അതിമനോഹരമായിട്ടാണ് ഈ ഒരു ചർച്ച് പണിതിരിക്കുന്നത്. മുറ്റും കാര്യങ്ങളൊക്കെ നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഇതിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ബോർഡുകളിലായിട്ട് യാത്രക്കാർക്കൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചർച്ചിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോസ് അലൗഡ് അല്ല, അതുകൊണ്ട് നമ്മൾ കുറച്ച് ഫോട്ടോസാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ചർച്ചിലാണ് വാസ്കോ ഡ ഗാമയെ 14 ദിവസത്തോളം അടക്കം ചെയ്ത ഒരു ടോംബ് കിടക്കുന്നത് കേട്ടോ. അതും പിന്നീട് ഇവിടുന്ന് 14 ദിവസത്തിന് ശേഷം ലിസ്ബണിലേക്ക് കൊണ്ടുപോയി എന്നെല്ലാമാണ് ചരിത്രം പറയുന്നത്. അതിനുശേഷം നമ്മൾ ആ ഒരു ചർച്ചിൽ നിന്ന് ഇറങ്ങി കൊച്ചിയുടെ തെരുവുകളിലൂടെ നടക്കുമ്പോഴാണ് മനോഹരമായ ഈ ഒരു സ്ഥലം കാണുന്നത്. ഇവിടെ ഒരു കൊച്ചി ക്ലബ്ബൊക്കെ ഉണ്ട്. ഇവിടെ ടെന്നീസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതിനു മുമ്പിൽ ഇങ്ങനെ ഇരിക്കാനും സംസാരിക്കാനും ഒക്കെ പറ്റിയ ഒരിടമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നമ്മളെല്ലാവരും അവിടെ ക്രസൻറ്റ് സെൻറ്ററിൻ്റെ മുഴുവൻ ആളുകളും അവിടെ ഇരുന്ന് ക്രസൻറ്റ് സെൻറ്ററിൻ്റെ ഭാവി കാര്യങ്ങളെക്കുറിച്ചും ഭാവി സ്റ്റുഡൻസ് വിങ്ങിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഒരു 10-20 മിനിറ്റ് നമ്മളൊരു ചർച്ച നടത്തി എന്നുള്ളതാണ്. ആ ഒരു ചർച്ചയിൽ എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് തന്നെ നല്ല ആക്റ്റീവായിട്ട് കഴിവിൻ്റെ പരമാവധി എല്ലാവരും പങ്കെടുത്ത് ആ ഒരു ചർച്ചയും ഏറ്റവും മനോഹരമാക്കി എന്നുള്ളതാണ്. പിന്നീട് നടന്നും ഓട്ടോയിലും ബസ്സിലും അങ്ങനെ പല രീതിയിലും നമ്മൾ യാത്ര തുടരുകയാണ്. അങ്ങനെ യാത്ര ചെയ്ത് പിന്നീട് നമുക്ക് എത്തേണ്ട സ്ഥലം എന്ന് പറയുന്നത് ഇതാ മട്ടാഞ്ചേരിയാണ്. മട്ടാഞ്ചേരി നമ്മൾ എത്തി. മട്ടാഞ്ചേരിയിൽ ആദ്യമായിട്ട് നമ്മൾ കണ്ടത് മട്ടാഞ്ചേരി പാലസ് മ്യൂസിയം എന്നറിയപ്പെടുന്ന ആ ഒരു പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലേക്കും മട്ടാഞ്ചേരി പാലസ് മ്യൂസിയത്തിലേക്കും ഒരൊറ്റ എൻട്രൻസ് ആണ്. അതിൻ്റെ ഉള്ളിലുള്ള ഒരു പാലസ് മ്യൂസിയത്തിലേക്കാണ് നമ്മൾ കയറിയത്. ഇവിടെ ഈ ഒരു പാലസ് മ്യൂസിയം അത്യാവശ്യം വലിയ ഒരു പാലസ് മ്യൂസിയം, അതിമനോഹരമായൊരു പാലസ് മ്യൂസിയമാണ്. ഇവിടെ ഒരു 5 രൂപയാണ് എൻ്റെ ഓർമ്മ. 5 രൂപയാണ് ടിക്കറ്റ് നമുക്ക് ഓരോരുത്തർക്കും വരികയാണ്. ഇങ്ങനെ മുകളിലേക്ക് സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വേണം നമ്മൾ ആ ഒരു പാലസിൻ്റെ ഉള്ളിലേക്ക്, മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടക്കാൻ. ഇവിടെയും മുമ്പൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചരിത്രങ്ങൾ ഒരുപാട് ഉറങ്ങിക്കിടക്കുന്ന, ചരിത്രങ്ങൾ ഒരുപാട് പറയുന്ന, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ലേൺ ചെയ്യാൻ പറ്റുന്ന ഒരിടമാണ് ഇതും. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബാക്കിയുള്ളവരിലേക്ക് ഈ ഒരു കാഴ്ച എത്തിച്ചു കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ പഴയകാല ചരിത്രം പറയുന്ന ഒരുപാട് ഫോട്ടോസുകൾ ആളുകൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോന്നും കണ്ടാൽ നമുക്ക് പഴയ കാലത്തെ ചരിത്രം നമ്മളോട് ഇങ്ങനെ പറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ അവിടുത്തെ ആ ഒരു മ്യൂസിയത്തിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെയാണ് ഇതൊക്കെ കേട്ടോ. ഇവിടെ പഴയ രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു വസ്ത്രധാരണയാണ് അവിടെ കാണിച്ചത്. അങ്ങനെ അതിൻ്റെ മ്യൂസിയത്തിനുള്ളിലെ കാഴ്ചകൾ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്കിവിടെയും അതിമനോഹരമായ പല കാര്യങ്ങളും വിൽക്കുന്ന, പല സാധനങ്ങൾ വിൽക്കുന്ന കച്ചവടക്കാരെ കാണാൻ പറ്റും. അങ്ങനെ അവിടുന്ന് മട്ടാഞ്ചേരിയിൽ നിന്ന് നമ്മൾ ബസ്സിന് തിരിച്ച് മറൈൻ ഡ്രൈവ് വാക്ക്വേയിൽ എത്തിയിരിക്കുകയാണ്.
ഏകദേശം സമയം 6:30 കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇരുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. അതുപോലെ തന്നെ അവിടെ നല്ല ഒരു ചെറിയ മഴയ്ക്ക് ചാൻസ് ഉണ്ട് എന്ന് തോന്നി. അങ്ങനെ പിന്നെ നമുക്കുള്ള ട്രെയിൻ എന്ന് പറയുന്നത് രാത്രി 8:30 മണിക്കാണ് നമുക്ക് എറണാകുളം സൗത്ത് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ട്രെയിനുള്ളത്. അങ്ങനെ നമ്മൾ മറൈൻ ഡ്രൈവിൽ നിന്നും ട്രെയിനിന് തിരിച്ച് നമ്മൾ റിട്ടേൺ ടു തിരൂർ, നമ്മുടെ തിരൂരിലേക്ക് തന്നെ റിട്ടേൺ ചെയ്തിരിക്കുകയാണ്. രാത്രി ഫൈനലി നമ്മൾ ട്രെയിനിലെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഇവിടെ ഉൾക്കൊള്ളിച്ചത്. അപ്പോൾ ഈ ഒരു യാത്രയിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.